പ്രധാനപ്പെട്ട ബൈബിളിനകത്തുള്ള ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ സ്നേഹിതരോട് ഇങ്ങനെ ദൈവത്തിൽ പ്രയോജനപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. അത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തുടർന്നുള്ള അടുത്ത വീഡിയോകളിലൂടെ ഓരോരുത്തരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എബ്ബേസിൻ്റെ പ്രാർത്ഥനയാണ്. എബ്ബേസിൻ്റെ പ്രാർത്ഥന അറിയാത്തവരായ ആരും ഇവിടെ കാണത്തില്ല. എന്നെ കേൾക്കുന്നവരെല്ലാവരും അത് കേട്ടിട്ടുള്ളവരാണ്. ബൈബിളിനകത്ത് പഴയ നിയമത്തിലെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം 4 കാണാൻ പറ്റും എബ്ബേസിൻ്റെ പ്രാർത്ഥന. ഞാനൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഈ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം ഓൾറെഡി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ചർച്ചിൽ ഇത് ആവർത്തിച്ച് പറയുന്നൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ഞാൻ അവരോട് ഇതൊന്നും അറിയാത്തതുപോലെ ഞാനത് ചോദിച്ചു, ഈ പ്രാർത്ഥന എന്താണ്, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ദൈവപ്രവൃത്തികൾ, എബ്ബേസിൻ്റെ പ്രാർത്ഥന ചില ദിവസങ്ങൾ ഉപവസിച്ച് എടുത്ത് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിച്ചത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ. ഇന്നോട്ടത് പ്രാക്ടീസ് ചെയ്യുക. എബ്ബേസിൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞ് നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. അടുത്ത പ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എബ്ബേസിൻ്റെ പ്രാർത്ഥന, എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഒന്നാമത്തെ വാക്ക്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ആ പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങുക. കർത്താവേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. അടുത്ത വാക്ക്, എൻ്റെ അതിർ വിസ്താരമാക്കണം. എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. ജബ്ബേസിൻ്റെ വ്യസനപുത്രൻ വളരെ പെയിനിൽ പോയ ഈ സന്തതിയുടെ പ്രാർത്ഥന, ഈ മകൻ്റെ പ്രാർത്ഥന, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം, വിസ്താരമാക്കണം. മൂന്നാമത്തെ വാക്ക് എനിക്ക് വളരെ ഫേവറേറ്റായ വാക്കാണ്, നിൻ്റെ കൈ എൻ്റെ കൂടിരിക്കണം. മൂന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ്, നിൻ്റെ കൈ എൻ്റെ കൂടിരിക്കണം. കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടിരിക്കണം. ആമേൻ. അടുത്തത് ഇങ്ങനെയാണ്, ആമേൻ, നിൻ്റെ കൈ എൻ്റെ കൂടിരിക്കണം. അടുത്തത്, എനിക്ക് വ്യസന കാരണമായി തീരാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നീ എന്നെ സൂക്ഷിക്കണം എന്ന് ആ പ്രാർത്ഥന. അടുത്ത വാക്കിങ്ങനെയാണ്, അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു എന്ന്. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ നിങ്ങൾ എന്നോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി അപേക്ഷിക്കുക. എല്ലാ പ്രാർത്ഥനയും ഇത് പറയാതെ പോകരുത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, നിൻ്റെ കൈ എൻ്റെ കൂടിരിക്കണം. ആമേൻ. അനർത്ഥം എനിക്ക് വ്യസനം ആകാതെ നീ എന്നെ സൂക്ഷിക്കണം. ആമേൻ, ആമേൻ. അതിരുകളെ വിശാലമാക്കണം. ഈ ദിവസങ്ങളിൽ ഈ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളൊരു വാക്ക് ഒരുമിച്ച് ചേർന്ന് ഈ വാക്കുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ആമേൻ. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഞെരുക്കവും ഇടുക്കവും ഒക്കെ ആയിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുക, നീ എൻ്റെ അതിര് വിശാലമാക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ എൻ്റെ അതിര് വിശാലമാക്കും, വിസ്താരമാക്കും. കർത്താവ് നമ്മളെ ഉറപ്പായി അനുഗ്രഹിക്കും. ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ വാക്കൊന്ന് പറഞ്ഞ്, കർത്താവ് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ സ്ഥിതികൾ മാറ്റം ഉണ്ടാകും, എൻ്റെ അവസ്ഥകൾ മാറ്റം ഉണ്ടാകും. കർത്താവ് എന്നെ അനുഗ്രഹിക്കും. നിൻ്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം, നിൻ്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അതൊരു പ്രാർത്ഥനയായി ഏറ്റു പറയുക. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, നിരാശകൾ, അപകടങ്ങൾ, ഇതിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കണം. ഒരനർത്ഥം പോലും വ്യസനിപ്പിക്കാതെ, പെയിൻ ഉണ്ടാക്കാതെ, മരണമുണ്ടാക്കാതെ, രോഗമുണ്ടാക്കാതെ, നിരാശപ്പെടുത്താതെ, ഇന്നും കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ജയിക്കുവാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ലേസ്മാന സതേരി പ്രവാദനം. കർത്താവേ, എൻ്റെ കേൾവിക്കാർ, എൻ്റെ സ്നേഹിതരുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ എബ്ബേസ്, ആമേൻ, ആ വ്യസനപുത്രൻ പെയിനിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന,
ആമേൻ. ദൈവം അത് നീതിയായി കണക്കട്ടല്ലോ. എബേസിനെ ദൈവം അനുഗ്രഹിച്ചെന്നും താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ പറയുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങളെ കൂടിരിക്കണം, നീ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കണം, നിൻ്റെ കൈ ഞങ്ങളുടെ കൂടിരിക്കണം. അനർത്ഥം ഞങ്ങൾക്ക് വ്യസനമാകാതെ ഞങ്ങളെ വിടുവിക്കണം. ആമേൻ, ആമേൻ. നീ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കണം, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിശ്ചയമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു, ഞങ്ങൾ ഈ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ അർപ്പിക്കുന്നു. ഈ ജനത്തെ ബ്ലെസ് ചെയ്യുന്നപ്പോൾ ഈ ദൂത് ഈ കേട്ട് പ്രാർത്ഥിക്കുന്നവർ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ആമേൻ അനേകം മാറ്റങ്ങൾ, അനേകം വഴിത്തിരിവുകൾ, വർധനവുകൾ, അനേകം വർധനവുകൾ ഉണ്ടാകട്ടെ, അനേകം വിടുതലുകൾ ഉണ്ടാകട്ടെ. ബേസിനെ പോലെ വ്യസനത്തോടിരിക്കുന്ന ദൈവം ആമേൻ ദൈവാത്മാവ് ചിലരെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിശാല സ്ഥലത്താകട്ടെ. നിങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ ഉറപ്പായി പറയും, നിങ്ങളുടെ അതിര് വിശാലമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ വ്യസനങ്ങളെ, വേദനകളെ എടുത്തു മാറ്റും. ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ കൂടിരിക്കും. നിങ്ങളുടെ അതിരുകൾ വിശാലമാകും. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. വിശ്വസിക്കുക. കർത്താവ് വിശ്വസ്തനാണ്. ഇത് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക. അടുത്തൊരു പ്രാർത്ഥന അടുത്ത ദിവസങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളിത് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കുക. അടുത്ത മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.